നമസ്കാരം. ശനിമാറ്റം പൂരം നക്ഷത്രക്കാർക്ക് 2025 ശനി മാറുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പൂരം നക്ഷത്രത്തിന് അഷ്ടമ ശനിദോഷമാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ശനിദോഷമൊന്നും ഇല്ലായിരുന്ന ഒരു നക്ഷത്രമായിരുന്നു പൂരം നക്ഷത്രം. മറ്റ് രണ്ട് ശനിദോഷങ്ങളെ പോലെ, അത് ഏഴര ശനി കണ്ടക ശനിയെപ്പോലെ ഏറ്റവും കാഠിന്യമേറിയ ദോഷമാണ് അഷ്ടമ ശനിദോഷം. ഈ സമയത്ത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഹോസ്പിറ്റൽ വാസം കാണുന്നുണ്ട്, ശരീരത്തിൽ സ്റ്റിച്ച് ഇടേണ്ടി വരിക, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സർജറിയോ അല്ലെങ്കിൽ മുറിവുകളോ അസ്ഥിക്ക് പൊട്ടലോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഭയങ്കരമായ നെഗറ്റീവായ അനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും വരണമെന്നല്ല പറയുന്നത്, എല്ലാ പൂര നക്ഷത്രക്കാർക്കും ഇങ്ങനെ വരുമെന്നല്ല. ജാതകത്തിൽ ബലം കുറഞ്ഞിരിക്കുകയും ദോഷ സമയം അനുഭവിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സമയം ദോഷങ്ങൾ കൂടുതലായി ഭവിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഭാഗ്യസമയമാണ്, നല്ല സമയമാണ് എന്നുണ്ടെങ്കിൽ ഈ ദോഷങ്ങളൊന്നും വരുന്നില്ല. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ, എല്ലാ പൂര നക്ഷത്രക്കാർക്കും അഷ്ടമ ശനിദോഷമല്ലേ? അവരുടെ ജാതകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അവരുടെ ജാതകത്തിൽ വ്യാഴവും ശനിയും ഒക്കെ ബലവാനാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. എന്നാൽ ദോഷത്തിലാണ് നിൽക്കുന്നത്, ഇപ്പോൾ ദോഷ സമയമാണെന്നുണ്ടെങ്കിൽ ദോഷം ഭവിക്കുകയും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും. പലർക്കും ഈ രാശികൾ ഇപ്പോഴും കൃത്യമായി അറിയുന്നില്ല. പലരും സംശയങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു നക്ഷത്രം രണ്ട് രാശി നിൽക്കുമ്പോൾ ഏതാണ് എൻ്റെ നക്ഷത്രം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതും നല്ലതായിരിക്കും. നിങ്ങൾക്ക് ശനിദോഷത്തിനുള്ള പരിഹാരത്തിനായി അയ്യപ്പസ്വാമിയെ മുറുകെ പിടിക്കുക. വർഷങ്ങൾ തോറും നിങ്ങൾ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ വർഷം തോറും മലയ്ക്ക് പോകുന്നത് നല്ലതായിരിക്കും. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയ്ക്ക് പോകുമ്പോൾ, നിങ്ങൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കളാരും മലയ്ക്ക് പോകുമ്പോൾ നെയ്യ് നിറച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നെയ്യ് നിറച്ചു കൊടുത്ത് ഭഗവാന്റെ പ്രീതി, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് നെയ്യ് നിറച്ചു കൊടുക്കുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് നീരാഞ്ജനം കഴിപ്പിക്കുകയും അയ്യപ്പന് നെയ്യ് വിളക്ക് കഴിപ്പിക്കുകയും നെയ്യ് അഭിഷേകം നടത്തുകയും അല്ലെങ്കിൽ തേനഭിഷേകം നടത്തി, ഇതെല്ലാം ചെയ്യുന്നത് നല്ലതാണ്. ശനി ദോഷം മാറിക്കിട്ടും. ശനിയുടെ ദോഷം മാറുന്നതിന് ഭഗവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ വിജയിക്കുക തന്നെ ചെയ്യും. ഉത്രം നക്ഷത്രക്കാർക്ക് ശനിമാറ്റം മൂലമുണ്ടാകുന്ന ഫലങ്ങൾ, അല്ലെങ്കിൽ ഗുണഫലവും ദോഷഫലവും പരിഹാരവും എന്താണെന്ന് നോക്കാം. ഏറ്റവും രസകരമായ ഒരു നക്ഷത്രമാണ് ശനിമാറ്റത്തിൽ ഉത്രം നക്ഷത്രം. കാരണം ഉത്രം നക്ഷത്രം രണ്ട് രാശിയിലാണ് ഉള്ളത്. നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി, ആദ്യ കാൽപാദം ചിങ്ങൻ രാശിയിലും അവസാന മുക്കാൽ പാദം കന്നി രാശിയിലുമാണ്. എന്നാൽ ഉത്രം നക്ഷത്രത്തിൽ പെട്ട വ്യക്തികൾക്ക് ചിങ്ങൻ രാശിയിൽ ജനിച്ചാലും ദോഷം, കന്നി രാശിയിൽ ജനിച്ചാലും ദോഷം. ചിങ്ങൻ രാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനിദോഷവും കന്നിരാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് കണ്ടക ശനിദോഷവുമാണ്. അപ്പോൾ ഇനി ഏത് രാശിയാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല, ഭഗവാന്റെ പാദത്തിൽ അങ്ങോട്ട് അഭയം പ്രാപിക്കുക, അതുമാത്രമേ ഉള്ളൂ. ചിങ്ങൻ രാശി ആയാലും ശരി, കന്നിരാശി ആയാലും ശരി, ശനിദോഷം ഉറപ്പാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക്. അതാണ് ആദ്യമേ പറഞ്ഞത്, വളരെ രസകരമായ ദോഷങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. ആദ്യ കാൽപാദത്തിലാണ് ജനിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായി നമ്മുടെ ജാതകം പരിശോധിക്കുക. നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരാളോട് ചോദിക്കുക എൻ്റെ രാശി ഏതാണെന്ന്. അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മറുപടി നൽകുകയെന്ന് ചെയ്യും. അപ്പോൾ ചിങ്ങൻ രാശിയിൽപ്പെട്ട നക്ഷത്രമായ ഉത്തര നക്ഷത്രത്തിന് നിങ്ങൾക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ട്, ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, സാമ്പത്തിക നഷ്ടം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും കൂടുതലും ബാധിക്കുന്നത്. എന്നാൽ കന്നിരാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാർക്ക് കണ്ടക ശനിദോഷവും പ്രണയപരാജയവുമാണ് കാണുന്നത്. നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയാണോ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച, അതായത് കണ്ടക ശനിദോഷം ബാധിച്ച ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിക്ക് പ്രണയപരാജയം കാണുന്നുണ്ട്.
പ്രണയ സംബന്ധമായിട്ട് ഒരു പരാജയം നമുക്ക് അത് സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. ചിലപ്പോൾ ഒരു 6-7 വർഷം ആത്മാർത്ഥത പ്രണയിച്ച വ്യക്തികളായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നും അത് ഭയങ്കര വിഷമമായി പോയി ഇനി നമുക്കിനി ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞ് അരഞ്ഞിരിക്കുമ്പോഴായിരിക്കും പിന്നെ മനസ്സിലാവുന്നത് ദോഷം സംഭവിച്ചത് ഭാവിയിലേക്കുള്ള നേട്ടത്തിനായിരുന്നു എന്ന്. അതുകൊണ്ട് ഏത് രാശിയിൽ ജനിച്ചാലും ദോഷങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതം തന്നെയായിരിക്കും. ഇപ്പോൾ ശനിദോഷം നിങ്ങൾക്ക് ബാധിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയുകയും ശുഭകരമായി കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് അനുഭവിക്കുകയും ചെയ്യും. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി കിട്ടാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ശനിദോഷം തന്നെയാണ്. ചിങ്ങൻ രാശിയായാലും കന്നിരാശിയായാലും ശനിദോഷം അനുഭവിക്കുന്നത്. നിങ്ങൾ അയ്യപ്പസ്വാമിയെ ആത്മാർത്ഥത പ്രാർത്ഥിച്ച് നീരാഞ്ജനെല്ലാം കഴിപ്പിച്ച് മുന്നോട്ട് പോയാൽ ഈ ദോഷത്തിൽ നിന്നും ഏറെക്കുറെ മാറ്റമുണ്ടാകുകയാണ് ചെയ്യും. ശനിമാറ്റത്തിൽ അത്തം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ശനി മാർച്ച് 29-ാം തീയതി രാശി മാറുമ്പോൾ കണ്ടക ശനിദോഷമാണ് ഫലം. കണ്ടക ശനിദോഷം അനുഭവിക്കുന്ന നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്രക്കാർ. നിങ്ങൾക്ക് കുടുംബപരമായി വിവാഹപരമായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ, അകന്നു നിൽക്കേണ്ട അവസ്ഥ, എന്നും അഭിപ്രായ വ്യത്യാസം, വഴക്ക് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു നക്ഷത്രമാണ്. ഇനി വരുന്ന 2.5 വർഷ കാലഘട്ടം കുടുംബത്തിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും, പറഞ്ഞാൽ അത് കൃത്യമായി ചെയ്യാത്തൊരവസ്ഥ, പരസ്പരം അങ്ങോട്ട് ബഹുമാനമില്ലാത്തൊരവസ്ഥ, ഇതെല്ലാം കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആത്മാർത്ഥമായി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങളുടെ ദോഷങ്ങൾ അത് മാറുന്നതിനും ഗുണങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും വേണ്ടി അയ്യപ്പസ്വാമി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ശനിദോഷത്തിന് ശ്രീ ധർമ്മശാസ്ത്ര സന്നിധിയിൽ അഭയം പ്രാപിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടി മുന്നോട്ട് പോയാൽ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ ഏറെക്കുറെ മാറി കിട്ടുക തന്നെ ചെയ്യും.